പരീക്ഷാ പേപ്പർ ചോർച്ച, പിന്നാലെ രാമക്ഷേത്രത്തിലെ ചോർച്ച. അഴിമതി ആരോപണങ്ങളിൽ വെട്ടിലായിരിക്കുകയാണ് ബി.ജെ.പി. സർക്കാർ. ബാബരി മസ്ജിദ് തകർത്തെടുത്ത് നിർമ്മിച്ച അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ മേൽക്കൂര ചോർച്ചയ്ക്ക് പിന്നാലെ യോഗി സർക്കാരിന് വീണ്ടും ഒരു കുരുക്ക്. അയോധ്യയിലെ രാംപത് റോഡിലെ കുഴികളിലാണ് യു.പി. സർക്കാർ വീണിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ ക്ഷേത്ര നഗരത്തിൽ കനത്ത വെള്ളക്കെട്ടിന് കാരണമായി. ഇതോടെ റോഡിന്റെ 14 കിലോമീറ്റർ ദൂരത്ത് വിവിധ ഭാഗങ്ങളിൽ കുഴികൾ രൂപപ്പെട്ടു. റോഡരികിലെ വീടുകൾ പോലും വെള്ളത്തിനടിയിലായി. രാമക്ഷേത്രത്തിലേക്കുള്ളതാണ് പുതുതായി നിർമ്മിച്ച രാംപത് റോഡ്. ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ റോഡ് ഉടൻ നന്നാക്കിയതായി അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഗുരുതരമായ അനാസ്ഥയുടെ പേരിൽ 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എഞ്ചിനീയർമാരെയും അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള കരാറുകാരായ ഭുവൻ ഇൻഫ്രാകോം പ്രൈവറ്റ് ലിമിറ്റഡിനും യു.പി. സർക്കാർ നോട്ടീസ് അയച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ മഴവെള്ളം ഒഴുക്കിവിടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി അയോധ്യ മേയർ അറിയിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് രാമക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ച് മുഖ്യപുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് രംഗത്തെത്തിയത് ബി.ജെ.പി. സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു. രാംലല്ലയുടെ വിഗ്രഹത്തിന് മുന്നിൽ പുരോഹിതൻ ഇരിക്കുന്ന സ്ഥലത്തിനും VIP ദർശനത്തിനായി ആളുകൾ വരുന്ന സ്ഥലത്തിനും മുകളിൽ നിന്ന് മേൽക്കൂരയിൽ മഴവെള്ളം ഒഴുകുന്നുണ്ടെന്നായിരുന്നു സത്യേന്ദ്രദാസ് പറഞ്ഞത്. എന്നാൽ മേൽക്കൂരയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഒഴുകിയിട്ടില്ലെന്നും ശ്രീകോവിലിലോ ഗർഭഗൃഹത്തിലോ വെള്ളം കയറിയിട്ടില്ലെന്നും ന്യായീകരിച്ച് ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രംഗത്തെത്തി. മഴവെള്ളം ഒഴുകിപ്പോകാൻ ക്ഷേത്രത്തിൽ മികച്ച ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ചോർച്ചയുടെ ചിത്രങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങി. രാമക്ഷേത്ര നിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാക്കൾ ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിച്ചു. ആരാധനാലയങ്ങൾ പോലും ബി.ജെ.പി. കൊള്ളയടിക്കുകയാണെന്ന് യു.പി. കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റോയ് ആരോപിച്ചു. ഇതിന് പിന്നാലെയാണ് റോഡിലെ കുഴിയും പ്രതിസന്ധിയായി വരുന്നത്. യു.പിയിൽ മാത്രമല്ല, ബീഹാറിലെ സ്ഥിതിയും ഏകദേശം ഒരുപോലെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിലെ പാലങ്ങൾ തകർന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് തിരിച്ചടിയായി. 9 ദിവസത്തിനിടെ ബീഹാറിൽ തകർന്നത് 5 പാലങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടി RJD നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ബീഹാറിൽ തുടർച്ചയായി പാലങ്ങൾ തകരുന്നതിന് പിന്നിൽ ഗൂഢാലോചനയാണെന്നും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്നുമാണ് കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചിയുടെ ന്യായീകരണം. എന്തായാലും ബീഹാറിൽ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ ഇരട്ടി ശക്തി കാരണമാണ് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇത്രയും പാലങ്ങൾ തകരാൻ കാരണമായതെന്ന തേജസ്വി യാദവിന്റെ പരിഹാസം ജനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്.